നടത്തറ ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസ് മെമ്പർമാർ ഭരണസമിതി യോഗം ബഹിഷ്കരിച്ച് കോൺഗ്രസ് പഞ്ചായത്ത് മെമ്പർമാർ ധർണ നടത്തി. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് KM വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. സ്ഥലം മാറിപ്പോയ അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് പകരം തസ്തിക ഒഴിഞ്ഞുകിടക്കുന്നതിനാൽ മരാമത്ത് പണികളും വീടുകൾക്ക് നമ്പർ നൽകലും നടക്കാതെ ജനങ്ങൾ വലയുകയും മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ പാതിവഴിയിൽ മുടങ്ങിയിരിക്കുകയാണെന്നും ഇത്തരം സാഹചര്യത്തിൽ സ്ഥിരം AE ലഭ്യമല്ലെങ്കിൽ റിട്ടയർഡ് എഞ്ചിനീയർമാരുടെ പാനലിൽ നിന്നും AE നിയമിക്കണമെന്നും കോൺഗ്രസ് മെമ്പർമാർ ആവശ്യപ്പെട്ടു. കോൺഗ്രസ് മെമ്പർമാർ രാഷ്ട്രീയ വിരോധത്തിന്റെയും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് സമരമെന്നും പഞ്ചായത്തിൽ മാതൃകാപരമായ വികസന പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം കൊടുക്കുന്നത് എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷും വൈസ് പ്രസിഡന്റ് PR രജിത്തും മാധ്യമങ്ങളോട് പറഞ്ഞു. സമരത്തിൽ വനിതാ പഞ്ചായത്ത് മെമ്പറെ തള്ളിയിട്ടതിൽ കോൺഗ്രസ് നേതാവിനെതിരെ മണ്ണുത്തി പോലീസിൽ പരാതി നൽകി. നടത്തറ പഞ്ചായത്ത് ഓഫീസ് കോൺഗ്രസ് ഉപരോധത്തിനിടെ LDF വനിതാ അംഗത്തെ കോൺഗ്രസ് പ്രവർത്തകർ തള്ളിയിട്ടതായി പരാതി. പഞ്ചായത്ത് അംഗം ജിനിത സുഭാഷിനെയാണ് കോൺഗ്രസ് പ്രവർത്തകർ തള്ളിയിട്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് KM വിജയകുമാറിനെതിരെ ജിനിത സുഭാഷ് മണ്ണുത്തി പോലീസിന് പരാതി നൽകി. സമരത്തിന്റെ തിക്കിലും തിരക്കിലും കോൺഗ്രസ് മെമ്പർ മിനി വിനോദിന്റെ കാലിന് പരിക്കുപറ്റി ചികിത്സ തേടി. മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുള്ളൂ. അതുപോലെ തന്നെ ഒരു സാധാരണക്കാരൻ ഒരു വീട് പണിയാൻ വേണ്ടിയിട്ട് അനുവാദം വാങ്ങുന്നതിന് അതിനാവശ്യമായിട്ടുള്ള പരിശോധന നടത്തുന്നത് ടെക്നിക്കൽ ഉദ്യോഗസ്ഥനാണ്. നിർമ്മാണ പ്രവൃത്തി കഴിയുമ്പോൾ നമ്പറിംഗ് നടക്കണമെങ്കിൽ, വീടിന് നമ്പർ ഇട്ട് കിട്ടണമെങ്കിൽ സ്വാഭാവികമായും AE പരിശോധിച്ച് കംപ്ലീഷൻ കൊടുക്കേണ്ടതുണ്ട്. എന്നാൽ കുറച്ച് കാലമായിട്ട് നടത്തറ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് AE ഇല്ല. പല നടപടികൾ AEയുടെ തസ്തിക നികത്തുന്നതിന് വേണ്ടിയുണ്ട്. ഒരു പാനലുണ്ട് റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥന്മാരുടെ. അതിൽ നിന്ന് ആരെങ്കിലും കണ്ടെത്തിയാൽ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ വിടവ് നികത്താവുന്നതാണ്. സർക്കാരിനെ കൃത്യമായി ഇവിടേക്ക് പോസ്റ്റിംഗ് നടത്തിക്കൊണ്ട് ട്രാൻസ്ഫർ നടത്തിക്കൊണ്ട് ആളെ നിയോഗിക്കാവുന്നതാണ്. ഈ വക നടപടികളൊന്നും ചെയ്യാതെ ഒരു സ്തംഭനാവസ്ഥ നമ്മുടെ പ്രദേശത്തിൻ്റെ വികസന നടപടികളിലും അതുപോലെ തന്നെ മറ്റ് ദൈനംദിന നടപടികളിലും ഉണ്ടാകുന്ന തരത്തിലാണ് പഞ്ചായത്തിൻ്റെ ഭരണ ദൈനംദിനത മുന്നോട്ട് പോകുന്നത്. ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതിയും ഈ പ്രദേശത്തു നിന്നുള്ള MLA മന്ത്രി കൂടിയായി ഉള്ളപ്പോൾ സ്വാഭാവികമായും ഒരു ഉദ്യോഗസ്ഥനെ കണ്ടെത്തുക എന്നത്, ടെക്നിക്കൽ ഉദ്യോഗസ്ഥനെ കണ്ടെത്തുക എന്നത് ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് ഞങ്ങളാരും കരുതുന്നില്ല. ഇതിനൊക്കെ അപ്പുറത്ത് കൃത്യമായും പാനലിൽ നിന്ന് റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥന്മാരെ പോലും നിയമിക്കുന്നതിന്, അവരുടെ സേവനം ഉപയോഗപ്പെടുത്തുന്നതിന് സാധ്യമാകുന്ന സാഹചര്യം കൂടിയുള്ളതാണ്. ആ സാഹചര്യങ്ങളൊക്കെ നിൽക്കുമ്പോഴും ഈ സാഹചര്യങ്ങളെയൊന്നും ഉപയോഗപ്പെടുത്താതെ സാധാരണക്കാരനെ ബുദ്ധിമുട്ടിക്കുന്ന വികസനങ്ങൾക്ക് തുരങ്കം വയ്ക്കുന്ന സമീപനമാണ് ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതി കൈക്കൊള്ളുന്നത്. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗം കൂടുന്നതിനിടയ്ക്ക് അജണ്ടകളിൽ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗുണഭോക്താക്കളുടെ ഗ്രാമസഭ കഴിഞ്ഞ് ഗുണഭോക്താക്കളുടെ അന്തിമ ലിസ്റ്റ് അംഗീകരിക്കുന്നതുമായി സംബന്ധിച്ചുള്ള ചർച്ചയിലായിരുന്നു. പ്രകോപനമില്ലാതെ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് ഗ്രാമസഭാ മിനിറ്റ്സ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാതെ മെമ്പർമാർ ആ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ട് വികസന വിരോധം പറഞ്ഞുകൊണ്ട് പഞ്ചായത്തിലെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടിരിക്കുന്നു എന്നാരോപിച്ചുകൊണ്ട് വലിയ ലഹള പുറപ്പെടുവിച്ചത്. ഇവിടെ നടത്തറ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ വർഷം ബാക്കിയുണ്ടായിരുന്ന സ്പിൽ ഓവർ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്പിൽ ഓവറിൽ 20ഓളം വർക്ക് കംപ്ലീറ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കി വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ AE ഇല്ലാത്തതുമായി സംബന്ധിച്ച് നടത്തറ ഗ്രാമപഞ്ചായത്തിൻ്റെ AE സ്ഥലം മാറിപ്പോയതുമായി ബന്ധപ്പെട്ട് നമുക്കിപ്പോൾ പുത്തൂർ പഞ്ചായത്തിലെ AEക്കാണ് 2 ദിവസത്തെ താൽക്കാലിക ചാർജ് ലഭിച്ചിട്ടുള്ളത്. ആ 2 ദിവസം അവരുടെ സേവനം നമുക്ക് ലഭിക്കുന്നുണ്ട്. നമുക്കൊരു സ്ഥിരം AE ലഭിക്കണമെന്നുള്ള ആവശ്യവുമായിട്ട് പാനൽ ലിസ്റ്റിൽ നിന്ന് AE എടുക്കാനുള്ള ഭരണസമിതി തീരുമാനമെടുത്ത് PDക്ക് അയച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് ഓർഡർ വരുന്ന മുറയ്ക്ക് നമുക്ക് അതിൽ നിന്നൊരു സ്ഥിരം AE ലഭിക്കുന്നതാണ്. AE ഇല്ലാത്തത് കാരണം ഇവിടെ ഒരു വർക്കും തടസ്സപ്പെട്ട് നിൽക്കുന്നില്ല. നമുക്ക് പെർമിറ്റുകൾ അനുവദിക്കുന്നതിൽ വേറെ തടസ്സങ്ങളൊന്നുമില്ല. KSMART വഴിയാണ് പെർമിറ്റുകൾ അപേക്ഷ നൽകി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വീട് പണി ആരംഭിക്കാവുന്നതാണ്. അതുപോലെ തന്നെ
എല്ലാ വാർഡിലും വർക്കുകൾ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് വർക്കുകൾ പണി നടന്നുകൊണ്ടിരിക്കുന്ന വാർഡുകളാണ്. അപ്പോൾ വാർഡ് മെമ്പർമാരുടെ ജോലി പഞ്ചായത്ത് ഭരണസമിതി തുക അനുവദിക്കുന്നു, ടെൻഡർ നടപടികൾ ചെയ്യുന്നു, കോൺട്രാക്ടർമാർ വർക്കെടുക്കുന്നു, വർക്കുകൾ ആരംഭിച്ചതുണ്ട്, ആരംഭിക്കാത്തതുണ്ട്. അതത് വാർഡുകളുടെ പ്രവർത്തന ചുമതല, ഏകോപന ചുമതല അതത് മെമ്പർമാർ നോക്കിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടതാണ്. അവരവരുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ട് വരാൻ പോകുന്ന ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പഞ്ചായത്തിനെ കരിവാരി തേക്കാനുള്ള ഒരു ശ്രമവുമായിട്ടാണ് ഇന്ന് ആസൂത്രിതമായി ഇത്തരത്തിലുള്ള ഒരു നീക്കവുമായി കോൺഗ്രസ് മെമ്പർമാർ ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. നടത്തറ പഞ്ചായത്തിൽ നടക്കുന്ന വികസന മുന്നേറ്റം കണ്ട് പിളറിപ്പുണ്ട പ്രതിപക്ഷമാണ് ഇന്ന് അതിക്രമം അഴിച്ചിടാൻ വേണ്ടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിലേക്ക് അയച്ചു കയറിയത്. നമുക്കറിയാം, ഇന്നലെയാണ് നടത്തറ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ അംഗനവാടികൾക്കും കെട്ടിടമെന്ന സ്വപ്നം യാഥാർത്ഥ്യമായത്. അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം നടക്കുന്നു. അതുപോലെ തന്നെ നടത്തറ മുക്കിലെ കണ്ണാർ റോഡിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മരങ്ങൾ മുറിച്ച് അവിടുത്തെ ചെറിയ വഴിയോര കച്ചവടക്കാരെ ഒഴിവാക്കി ചാലുപണി ആരംഭിച്ചിരിക്കുന്നു. അങ്ങനെ നിരവധിയായ പ്രവർത്തനങ്ങൾ, ബഡ് സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ, നിരവധിയ ഗ്രാമീണ റോഡുകളുടെ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം വളരെ നല്ല രീതിയിൽ ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കുന്നതിനിടയിലാണ് പ്രതിപക്ഷ മെമ്പർമാർ അവരുടെ വാർഡുകളിലേക്ക് അനുവദിച്ച തുക ചിലവഴിക്കാൻ കഴിയാതെ അവരുടെ കഴിവുകൾ കൊണ്ടുള്ള പ്രശ്നങ്ങൾ പഞ്ചായത്ത് ഭരണസമിതിയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നത്. കാരണം പഞ്ചായത്തിൽ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യത്തിൻ്റെ കഴിഞ്ഞ 1.5 മാസം മുമ്പാണ് ഡെപ്യൂട്ടേഷനിൽ ഇവിടെ നിന്ന് പോയത്. അതിന് പകരം പിന്നീടുള്ള നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ അപേക്ഷകളൊക്കെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നൽകിയിട്ടുണ്ട്. പക്ഷേ ഇല്ലാത്തതുകൊണ്ട് ഒരു നിർമ്മാണ പ്രവർത്തനം പോലും തടസ്സപ്പെട്ടിട്ടില്ല. ഏത് നിർമ്മാണ പ്രവർത്തനമാണ് തടസ്സപ്പെട്ടത് എന്ന് ചോദിക്കുമ്പോൾ ഒന്നും പറയാനില്ലാത്ത അവസ്ഥയാണുള്ളത്. പ്രതിപക്ഷ മെമ്പർമാരുടെ വാർഡിൽ പോലും ലക്ഷക്കണക്കിനുള്ള വികസന പ്രവർത്തനം നടക്കുന്നു. അത് എഗ്രിമെന്റ് വെച്ച് പണി നടക്കുന്നിടത്ത് ആ വാർഡ് മെമ്പർമാർ ഇടപെടാത്തതിന്റെ ഭാഗമായിട്ട് വല്ല പണി പൂർത്തീകരിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ഭരണസമിതിയല്ല. കാരണം വാർഡുകളിലെ കാര്യങ്ങൾ വാർഡ് മെമ്പർമാരാണ് കൂടുതൽ നോക്കേണ്ടത്. ആ കഴിയാത്ത അവരുടെ പിടിപ്പുകേട് ജനങ്ങളുടെ മുമ്പിൽ അവരെ അവകാശങ്ങൾ അത് പഞ്ചായത്ത് ഭരണസമിതിയിൽ കെട്ടിവെക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. വ്യക്തിപരമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും ഒക്കെ അധിക്ഷേപിക്കുന്ന ഒരു നിലവാരമില്ലാത്ത രീതിയിൽ കോൺഗ്രസിന്റെ മെമ്പർമാർ നടപെടുന്ന സ്ഥിതിയാണുള്ളത്. ഒരു വനിതാ മെമ്പറെ പിടിച്ചു തള്ളുന്ന സ്ഥിതിയിലേക്ക് പോലും ഇന്ന് കാര്യങ്ങൾ പോയി എന്നുള്ളതാണ്. എന്നാൽ നടത്തറ പഞ്ചായത്ത് നമ്മൾ ഇതും കണ്ട് പേടിച്ച് പുറകോട്ട് പോകാൻ തീരുമാനിച്ചിട്ടില്ല. നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് നിരവധിയായ ക്ഷേമം നടത്താനും ഒക്കെ കരുത്തോടെ മുന്നോട്ട് പോകാൻ ഇത്തരം പ്രവർത്തനങ്ങൾ പ്രചോദനമായി വരുന്നത് മാത്രമാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്.